وصحبه أجمعين. رب زدني علما نافعا وعملا متقبلا رزقا حلالا طيبا قلوبا خاشعا. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة واصيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ ഉന്നതമായ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയപ്പെട്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടാവുന്നിടത്തിലോളം, അതായത് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് എന്താ പറയാ സന്തോഷം കിട്ടുവാൻ, ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ, മീസാനിൽ കലന്തൂങ്ങുന്ന അമലുകളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ വിധി കൂട്ടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നിറവിന്റെ രാത്രിയിൽ ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ പേര് നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. അഥവാ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അഹബ്ബകല്ലദി അഹബ്ബബ്തനി ലഹ് എന്ന് നിങ്ങൾക്ക് പറയാം. എങ്കിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെടുന്നതാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അല്ലാഹുമ്മ ബാരിക്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവിൽ ഒരു വിഷമം, ഒരു പ്രയാസവും ഇല്ല അല്ലെ. എല്ലാം ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്തല്ലാഹ് കൊല്ലു അമ്രും എന്തല്ലാ അല്ലെ, എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ അടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന സത്യനിരതായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം ക്ലാസ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള ഉറക്കമൊഴിച്ചൽ, ദുആ ചെയ്യൽ, ദിക്റെടുക്കൽ എല്ലാം അള്ളാഹു ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും അതായത് നമ്മൾ ഇന്ന് വളരെ വിഷമത്തിലാണ് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റിലെ നമ്മെ വിട്ടു പോകുകയാണ് അല്ലെ. നമ്മുടെ ഇഷ്ടപ്പെട്ട, അതായത് റമളാൻ എന്ന ഗസ്റ്റ് നമ്മളെ വിട്ടു പോവുകയാണ്. എല്ലാ വർഷവും വരുന്നുണ്ട് അല്ലെ. അവിടെ ടിക്കറ്റ് പ്രശ്നമില്ല, വിസ പ്രശ്നമില്ല, പിന്നെ അമീറിന്റെ പ്രശ്നമില്ല, പിന്നെ വേറെന്ത് സാമ്പത്തിക പ്രശ്നങ്ങളില്ല, പിന്നെ സമ്മത പ്രശ്നങ്ങളില്ല. എല്ലാ വർഷവും അത് കൃത്യമായിട്ട് തന്നെ നമ്മെ തേടി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമി ലോകത്ത് അവതരിപ്പിക്കുന്ന ഒരു മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ റമളാൻ അല്ലെ. ഇത് റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പാപങ്ങൾ കരിച്ചു കളയുക അല്ലെ, പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം അല്ലെ, സ്വർഗപ്രവേശന മാസം, നരകമോചന മാസം. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവരൊക്കെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക റബ്ബേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക റബ്ബേ. ഈ മാസം അത്തരത്തിലുള്ള ഒരു പരിപൂർണ ഒരു അനുഗ്രഹത്തിന്റെ മാസമാണല്ലോ റബ്ബേ എന്ന് നമ്മളൊക്കെ പറയാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചിട്ട് പറയല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും അല്ലാത്തവരുമായിട്ട് അയൽവാസികളും ബന്ധുക്കളും സ്നേഹിതന്മാരും പല രീതിയിലുള്ള ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയെല്ലാം നമ്മെയും അവരെയും ഒരൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഈ ഒരു ദുആ ഭയങ്കര സ്വീകാര്യതയുള്ള ദുആയാണ്. എന്താ വെച്ചാല് ആകാശലോകം വാനലോകം വരെയും മലക്കുകൾ ചിറക് വിടർത്തി ഒന്നാമത് ഒരാകാശം തന്നെ പറയുന്നത് നമുക്ക് അപ്രാപ്യമല്ല, ടച്ചബിൾ അല്ല, നമുക്ക് തൊടാൻ പറ്റൂല, നമുക്ക് കാണാൻ പറ്റൂല. എപ്പോഴെങ്കിലും ഫ്ലൈറ്റ് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അല്ലെ. അതും കഴിഞ്ഞ് ഏഴാൻ ആകാശത്തിന്റെ മേലെ, വെള്ളത്തിന്റെ മേലെ, അള്ളാഹുവിന്റെ അർശിന്റെ മേലെ എത്തുന്ന ഒരു ദുആ ആണ് ഇത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ ദുആ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ കാര്യവും ഈ ക്ലാസ്സിന് ശേഷം ആഫ്റ്റർ അഷറെ വളരെ വിശദമായ ഒരു ദുആ സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖി. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ ദുആ സെഷൻ എടുക്കാം. അപ്പോ റമളാൻ വിട പറയുമ്പോൾ, യാത്ര ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. ആക്ച്വലി നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്ന് കുറച്ചു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവരൊന്ന് പോയെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് റാഹത്തിൽ കിടക്കേനു അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധാരണ ഓർഡിനറി ഫുഡൊക്കെ കഴിക്കാൻ, ഇതിപ്പോ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം നല്ലത് തന്നെ ഉണ്ടാക്കണം. പിന്നെ ഗസ്റ്റിനെ ഒരു ഓച്ചാനിച്ച് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ അവര് പോയിക്കോട്ടെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. ആക്ച്വലി നമുക്ക് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മൂടേ നമുക്ക് ഇല്ല അല്ലെ. സത്യം പറയുകയാണെങ്കിൽ, ട്രൂത്ത്ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നോമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ദാഹമാണ്. കൊടിയ വേനലിലും ദാഹിക്കുന്നു, വിശപ്പുണ്ട് അല്ലെ. ഇനി ഗൾഫിൽ നിന്ന് വന്ന ഒരു പുതു മണവാളന് പുതുമോടി
മാറാത്തൊരു മണവാളിയനും മണവാട്ടിയാണെങ്കിൽ പോലും അവർക്ക് സെക്ഷൽ കോണ്ടാക്ട് പകലൊന്നും പാടില്ല അല്ലെ, അത്ര സ്ട്രിക്ട്ലി അവോയ്ഡ് ആണ്. അങ്ങനെ എന്താ വെച്ചാൽ ഒരാളോട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ നമുക്ക് പറ്റൂല അല്ലെ. സംസാരിക്കുമ്പോഴൊക്കെ പഠിച്ചോനെ എന്തെങ്കിലും ഫിത്തിന വന്നോ, അവരെ കൊണ്ട് കുറ്റായി പോയോ, അതുകൊണ്ട് സംസാരിക്കാൻ നാവെടുത്ത് പുറത്തിടാൻ ദിക്റിനല്ലാണ്ട് നാവ് യൂസ് ചെയ്യാൻ നമുക്കൊരു മടി അല്ലേ. എല്ലാം എന്ത് പ്രശ്നം വരും, ആരെങ്കിലും നമ്മോട് ഇങ്ങോട്ട് കയർക്കാൻ വന്നാൽ പോലും ഇന്നീ സായ്മം നടന്ന് നമ്മൾ മാറി നിൽക്കൂലേ. ആക്ച്വലി വിരുന്നില്ല, സൽക്കാരമില്ല, യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, TV ഇല്ല, മറ്റ് എന്റർടൈൻമെന്റ് സോഴ്സസ് ഒക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ആണ് അല്ലെ. ഒരു ടൂറ് പോകൂല, ഇനി പകൽ സമയത്തൊന്നും ഏതോ എല്ലാ ഹോട്ടലിൽ എന്തെന്നെ അടിമേലെ മറിഞ്ഞ ഫുഡ് ആനനെ പൊഴുങ്ങി തിന്നുന്നു പറഞ്ഞാലും നമ്മൾ പോയി വെക്കൂല അല്ലെ. റമദാനാണ്, റമദാൻ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് അതും ഇല്ല. പക്ഷെ ഇങ്ങനൊക്കെ ആണെങ്കിലും ഇപ്പോ സ്മോക്കേഴ്സ്, സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ചെയിൻ സ്മോക്കർ ആണെങ്കിൽ പോലും അവർ സിഗരറ്റ് തൊടില്ല അല്ലെ. വന്ന ഭാര്യനോട് കുറച്ച് ഒച്ചയും വിളിയൊക്കെ ഇടും, ആ ഒരു ഫ്രസ്ട്രേഷൻ അവർ നമ്മളോട് തീർക്കും. കുട്ടികളോട് നമ്മളോട് കയറി വരുമ്പോ തന്നെ ആരാടാ അവിടെ ടോയ്സ് ഇട്ടത്, ഈ ചെരുപ്പ് എന്താണ്, അങ്ങനെ വാതിലെന്താ അടച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അല്ലാണ്ട് അതിൽ കവിഞ്ഞ് അവരും സിഗരറ്റ് വലിക്കില്ല. അതുപോലെ സ്മോക്ക്, പിന്നെ ആൽക്കഹോളിക്ക, കള്ള് കുടിക്കുന്നവരാണെങ്കിൽ പോലും കുടി നിർത്തി വെക്കും അല്ലെ. പെരുന്നാളിന്റെ അന്ന് 1-ാം തീയതി തുടങ്ങും, അത് വേറെ വിഷയം, എന്നാൽ പോലും അതിനൊരു ആദരവുണ്ട് അല്ലെ. നമ്മുടെ കോഴിക്കോടൊക്കെ കാണാം, അതായത് പട്ടാളപ്പള്ളിയും മൊയ്തീൻ പള്ളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പള്ളികളൊക്കെ ഫുള്ളായിട്ട് റോട്ടുമല് വരെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന ഒരു 10 മിനിറ്റ് അത്രല്ലേ ഉണ്ടാവുള്ളൂ ജുമാ നമസ്കാരം, അങ്ങനെ നിസ്കരിക്കും. അപ്പൊ ഈ അവസാനത്തെ ജുമൊക്കെ കിട്ടാൻ വേണ്ടി ആൾക്കാർ മത്സരിക്കുന്നത് കാണാം. അപ്പൊ എന്തോ ഒരു ആൾക്കാരുള്ളിൽ ഒരു സീഡ് ഉണ്ട് അല്ലെ, ഒരു വിത്ത് ഉണ്ട്. അത് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്, ഒരു സൽക്കർമ്മമാണ്, അതിൽ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള ഒരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ, അതുള്ളിടത്തോളം കാലം നമുക്ക് നന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവര് പാർത്ത് നമ്മളേക്കോ, എന്റെ ബെഡ്റൂം അവരുടെ കയ്യിലാണ്, എന്റെ കിടക്ക അവരുടെ അടുത്ത, ആ റൂമിലെ ഷെൽഫിലാണ് എന്റെ സാധനം. അപ്പൊ അവര് ഭാര്യയും ഭർത്താവും കിടക്കുന്നതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ വയ്യ. അല്ലെങ്കിൽ ആ ടോയ്ലറ്റ് എനിക്ക് ഭയങ്കര ഒരു അക്സെപ്റ്റബിൾ, ഒരു സുഖമുള്ള റാഹത്തുള്ളതാണ്. പക്ഷെ ആ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബാത്റൂം പോയാലും ഒരു ശരിയാവാത്ത പോലെ അങ്ങനെ നമുക്ക് പല ഡിസ്റ്റർബൻസ് തോന്നും. പക്ഷെ ഈ റമളാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, നേരത്തിന് ഉറങ്ങുന്നില്ല എന്നല്ല, ഉറക്കത്തുലോം കുറവാണ് അല്ലെ, ഒരുപാട് കുറവാണ്. എന്നിട്ട് BP ഷുഗർ ഒന്നും കൂടുന്നില്ല അല്ലെ. അവർക്ക് ഡിസ്റ്റർബൻസ് ആയാലും അപ്പം BP ഷുഗർ ഒക്കെ ഹൈ ലെവൽ ആവും, പക്ഷെ അതൊന്നും ആവുന്നില്ല. എന്നാണെങ്കിൽ നമ്മൾ വിരുന്ന് പോകുന്നില്ല, ബന്ധങ്ങൾ പുതുക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ സംയമനം പാലിക്കൽ പോലും നമുക്കൊരു സന്തോഷമായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത് അല്ലെ. നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ല അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. മാത്രമല്ല പിന്നെ ഈ മാസത്തെ ഒരുപാട്, അതൊരു മഗ്ഫിറത്തിന്റെ മാസമാണ് അല്ലെ, പാപമോചനത്തിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചോളൂ, ഫഗ്ഫിർ ലഹും, നിങ്ങൾക്ക് അവൻ പുറത്തു തരും അല്ലെ. അതായത് അല്ലാഹു അർളുല്ലാഹി വാസിഅത്തുൻ ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നൊരു ആയത്ത് സൂറത്തുൽ സുമറിൽ 10-ാമത്തെ ആയത്തിൽ കാണാം അല്ലെ. നിങ്ങൾ ഒരുപാട് അല്ലെ ക്ഷമിച്ച് കാര്യങ്ങൾ ചെയ്യുവിൻ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം തരും. അങ്ങനെ കണക്കില്ലാത്ത പ്രതിഫലവും പാപമോചനവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി അല്യോമ ബലദത്തുഹു ഉമ്മുഹു എന്ന് പറഞ്ഞ പോലെ ഇന്നേ ദിവസം ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോളം പരിശുദ്ധമായ രീതിയിൽ ആയിത്തീരുന്നതാണ് അല്ലെ. അങ്ങനെ ആയി തീരട്ടെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇത് എടുത്തിരുന്നല്ലോ, എന്താ തൗബ നമസ്കാരത്തിനെ കുറിച്ചിട്ടും തൗബന്റെ ക്ലാസ്സും ഒക്കെ അല്ലെ. അപ്പൊ നിങ്ങളെല്ലാം അത് കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിരുന്നോ തൗബന്റെ ക്ലാസ്? തൗബ നമസ്കാരം എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് സ്പെഷ്യൽ, അതിന് ചെല്ലാൻ പറ്റുന്ന കുറെ ദുആകൾ അല്ലെ, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഈ തൗബ നമസ്കാരം എന്ന് പറയുന്നത് മൊയ്ലിയാര് പിന്നെ വയല് പറയുമ്പോ സ്റ്റേജ് ഒന്ന് പറഞ്ഞിട്ട് അപ്പൊ എടുത്തിട്ടില്ലേ ലൈല അസ്ലം? ഇൻഷാ അല്ലാഹ് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അയച്ചു തരാം. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഹറമിലായിരുന്നല്ലോ. ഹറമിലെ പാപമോചന പ്രാർത്ഥനയ്ക്ക് ഒന്നും കൂടെ ഒരു ഫളായിൽ കൂടുതല്ല. അപ്പൊ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇതുപോലെ തൗബ നമസ്കാരം നമസ്കരിച്ച് ഞാൻ അയച്ചു തരാം കേട്ടോ.
തൗബ നമസ്കാരവും അതിന്റെ ദുആകളും പിന്നെ തൗബ നമസ്കരിക്കുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ട്, അത് നിർബന്ധമായിട്ട് കേൾക്കണം. കാരണം തൗബ എന്താന്ന് അറിയാണ്ട് വെറുതെ 2 റക്അത്ത് നിസ്കരിച്ചാലൊന്നും അള്ളാഹു സ്വീകരിക്കൂല ഇൻഷാ അല്ലാ. അപ്പൊ അത് പിന്നെ ഈ മറ്റേ മിഷ്കാത്തിന്റെ ഗ്രൂപ്പ്സിലായിരിക്കും ഇട്ടോട്. നിങ്ങളിപ്പോ ഏത് ഗ്രൂപ്പിൽ നിന്നാ കയറിയെന്ന് എനിക്കറിയില്ല, ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പം അങ്ങനെ ആ തൗബ നമസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞ അള്ളാഹുവിന് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു കഥ അറിയാം. അതായത് മരുഭൂമിയിൽ വെച്ച് ഒരു ഒട്ടകത്തെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, ആ ഒട്ടകം എണീറ്റ് നോക്കുമ്പോ പൊരി വെയില്, എവിടെയും പോയിക്കൂടാ, കാല് ചുട്ടു പൊള്ളുന്നു, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഡ്രസ്സില്ല, പിന്നെ ഒട്ടകമില്ല, വെള്ളമില്ല, ഫുഡില്ല, എവിടെയും ഷെൽട്ടർ ഇല്ല അല്ലെ. എവിടെങ്കിലും ഒന്ന് കയറി നിന്നോക്കല്ലേ, ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചോക്കല്ലേ, ആ വീട്ടിൽ പോയിട്ട് ഓലോടൊന്ന് കൊലായി കിടക്കട്ടെ എന്ന് ചോദിച്ചോക്കാം. അതൊന്നും പറ്റില്ല. മരുഭൂമി, നിങ്ങളൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ പോയൽക്കൊക്കെ മരുഭൂമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലേ. അങ്ങനത്തെ ഒരു മരുഭൂമിയിൽ ഇയാള് ബെഹാവർ അല്ലെ, ബേജാറില്ല, നമ്മള് പണ്ടത്തെ ഭാഷ പറഞ്ഞല്ലോ, ബെഹാവറായും കൊണ്ട് ഇങ്ങനെ തെരയുമായ ഒട്ടകത്തൊക്കെ തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്, തിരിച്ചാണ് പറഞ്ഞത്. എങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് ഭയങ്കര ഇഷ്ടായി എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചാൽ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത് അല്ലെ. അള്ളാഹ്ക്ക് ഒരു വേറെ ഒരു ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാനിപ്പോ ചെറുപ്പത്തിലൊക്കെ എന്തല്ലോ കുരുത്തക്കടൊക്കെ കളിച്ച് ആരും പറഞ്ഞ കേൾക്കാണ്ടൊക്കെ നമ്മളെല്ലാവർക്കും നമുക്കൊക്കെ ഒരു ബ്ലാക്ക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, പണ്ടത്തെ ഹിസ്റ്ററി പോയി പരിശോധിച്ച് നോക്കിയാൽ അല്ലെ. ഞാൻ ചെറുപ്പത്തിൽ ഒരു 6 വയസ്സിലായിട്ടുള്ളപ്പോ ഉമ്മന്റെ എന്റെ അന്നൊക്കെ അവരൊക്കെ പേഴ്സും അലമാരി ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, അല്ല അലമാരി തലേൻ്റെ ഉള്ളിൽ പൈസ വെച്ചിട്ട് അത് കട്ട് മിഠായി വാങ്ങി തിന്ന്. അങ്ങനെ മിഠായി വാങ്ങി തിന്ന് എൻ്റെ ഒരു ഉമ്മന്റെ കാരണവറുണ്ട്, അവർ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇതുപോലെ പോയപ്പോ നീ കട്ട് തിന്നില്ലേ, പൈസ മിഠായി പൈസ കട്ട് ഉണ്ടായി മിഠായി വായി തിന്നു എന്നൊക്കെ പറഞ്ഞു. മുപ്പര് ഞാൻ തമാശാക്കി കളിയാക്കി ചിരിച്ച് എനിക്ക് പൈസയൊക്കെ തന്ന്. അങ്ങനെ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്സ് പണ്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, ഡ്രോബാക്ക് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും എന്തെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ കുറ്റം കണ്ടില്ലേ. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആയാലും മൂസാ നബി അലൈഹി ഇസ്ലാം ഒരാളെ കൊന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ കുറ്റങ്ങളൊക്കെ അങ്ങനെ എടുത്ത് പറഞ്ഞ് നമ്മൾ എത്രമാത്രം കുറ്റത്തെ മഹത്വവൽക്കരിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കണേ, നമ്മൾ എത്രമാത്രം കുറ്റങ്ങളെ മഹത്വവൽക്കരിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുറ്റങ്ങളെ എന്താക്കുന്ന പറയുന്നത്, നിസാരവൽക്കരിക്കുന്ന പറയുന്നത്. അള്ളാഹു ഒന്നല്ലാണ്ടാക്കിക്കാളോ ആ കുറ്റങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയത്, ചിലപ്പോ പണ്ടത്തെ ഉമ്മമാർക്കുണ്ട് കുട്ടികൾ കരയുമ്പത്തിന് മൊയിലാരെടുത്ത് കൊണ്ടേലും മന്ദിരിച്ചോക്കല്, പുതിയ അപ്പള പണങ്ങുമ്പത്തിന് എന്തെങ്കിലുമൊക്കെ മൊയിലാരെടുത്ത് പോയി വെക്കൽ, അങ്ങനത്തെ ഒക്കെ പല ടെൻഡൻസി ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ അറിയാണ്ടൊക്കെ ചെയ്തു പോയവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് അള്ളഹാനോട് കരഞ്ഞ് പറയാം, പഠിച്ചോനെ ഞാനിതൊക്കെ അറിയാണ്ട് ചെയ്തു അതാട്ടോ, എനിക്ക് അറിയില്ലട്ടോ, ഇതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, അത്ര അങ്ങനെ പോയി കഴിഞ്ഞാൽ 40 ദിവസത്തിന്റെ അടുത്ത് മരിച്ചാൽ ഈമാൻ കിട്ടൂല എന്നൊന്നും എനിക്ക് അറിയില്ലട്ടോ റബ്ബെ, അതുകൊണ്ട് തന്നെ നീ പുറത്തു തരണേ റബ്ബെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ ഭർത്താക്കന്മാരോട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പണ്ട് ഇപ്പോഴൊന്നും അത്ര ഇല്ല, ഇപ്പോഴിപ്പോ നമ്മൾ കുറച്ച് വിവരം കൂടിയത് കൊണ്ട് തന്നെ നമ്മളോട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഇനി സായിമോന്ന് അറിയും, അതെല്ലാം ദേഷ്യം പിടിച്ചോളൂ, ദേഷ്യം പിടിച്ച് പോട്ടെ, ദേഷ്യം തണിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആർക്കും ഇപ്പൊ മറുപടി കൊടുക്കാറില്ല അല്ലെ. ഈവൻ കുട്ടികൾ വരെ നമ്മോട് എന്തെങ്കിലും പറഞ്ഞാലൊന്നും നമ്മൾ മറുപടി കൊടുക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കുറെ കാലഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ആ പാപങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കാര്യം ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കുക, കൊടുത്തിട്ട് ഓരോടും പൊരുത്തപ്പെടിക്കുക നമ്മൾ. പിന്നെ കുറെ ആളുകളായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിത്നകൾ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ മേ ബി. അപ്പൊ അവരൊന്ന് പോയിപ്പോ പിന്നെ നേരെ ഡയറക്ട്ലി കണ്ട് സംസാരിച്ച് പൊരുത്തപ്പെടേണ്ടതാണ് അതിന്റെ ഏറ്റവും അഫ്ലൽ ഫോമാറ്റിങ്. അഥവാ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഹയർ വരാൻ വേണ്ടി ദുആ ചെയ്യാം അല്ലെ. അവര് നമ്മളോട് എന്തോ ചെയ്തിക്കണേക്കും റബ്ബേ ഞാനത് പുറത്ത് കൊടുത്ത് കുറച്ചോന്ന്, അതുകൊണ്ട് തന്നെ അവരുടെ ഷെറുകളൊക്കെ നീ ഹൈറാക്കി കൊടുക്കണേന്ന് വേണ്ടിയിട്ട് അവർക്ക് ദുആ ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം ഈ ദിവസങ്ങളിൽ മാക്സിമം. അതായത് അധികം ആളുകളെ വിചാരം എന്താ, 27-ാം രാവ് കഴിഞ്ഞ് അന്ന് ഇത് മലവെള്ള പാച്ചല് പോലെ എല്ലാ പള്ളിയിലും അല്ലെ. കോഴിക്കോട് ഇബ്രാഹിം പള്ളിയിലൊക്കെ ഇതെല്ലാം ദൂരത്ത് എത്രയോ കിലോമീറ്ററുകൾ വരെ കാർ പാർക്കിംഗ്, അത്രയും ആളുകൾ അന്ന് ഇബാദത്ത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അന്ന് എന്നെങ്കിലും വരുന്നുണ്ടല്ലോ. അന്നത്തെ ഒരു ഇസ്തിഗ്ഫാർ എന്നെങ്കിലും സ്വീകരിച്ച് കിട്ടിയാലോ അൽഹംദുലില്ലാ, അത് രക്ഷപ്പെടാൻ ഒരു പഴുതാവുമല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ
അങ്ങനെ അപ്പൊ ആൾക്കാർ 27 കഴിഞ്ഞ് അങ്ങനൊന്നും ഇല്ല കേട്ടോ. നോമ്പ് 30 ദിവസം ഹവാത്തിം എന്നാണ് പറയുന്നത് അല്ലേ. ആ പിന്നെ റമദാനിന്റെ അവസാന 10ന്റെ ഹവാത്തിം അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു തആല പാപമോചനം നൽകുകയും സ്വർഗപ്രവേശനം അനുവദിക്കുകയും നരകമോചനം നൽകുകയും നമ്മുടെ പാപങ്ങൾ സ്വീകരിക്കുകയും പകരം നമുക്ക് നന്മകൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേക ഒരു കാര്യം ഉണർത്തുന്നുണ്ട്. കുല്ലു അമലിന് ഇബ്നി ആദമ ലഹു, എല്ലാ അമലുകളും ആദമിന്. അപ്പൊ നമ്മൾ സ്കരിച്ചാലും നോമ്പിടിച്ച ഹജ്ജായാലും ഉംറ ആയാലും സദഖ കൊടുത്താലും സക്കാത്ത് കൊടുത്താലും നമ്മളെ ഉമ്മനെ ഉപ്പനെ നോക്കിയാലും ആർക്കെങ്കിലും അയൽവാസിക്ക് ഗുണം ചെയ്താൽ അതൊക്കെ നമുക്ക് തന്നെയാണ് അല്ലെ. ഇല്ല സുയാം, കുല്ലു അമൽ ഇബ്നി ആദം ലഹു, എല്ലാ അമലുകളും ആദമിനുള്ളതാണ്. ഇല്ല സുയാം, സിയാം ഒഴികെ, അതായത് നോമ്പ് ഒഴികെ. അത് എനിക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ. അത് എനിക്ക് വേണ്ടിയാണ് അവർ നോമ്പ് നോൽക്കുന്നത്, അവര് പട്ടിണി കിടക്കുന്ന, അവര് വിശപ്പും ദാഹവും സഹിക്കുന്ന അല്ലെ. സൺഡേസിലൊക്കെ ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ ബെഡ്റൂമിലേക്ക് പോവുകയൊന്നുമില്ല അല്ലെ. അത് പേടിയാ. അങ്ങനെ ഒരു നോമ്പ് പഠിച്ചോനെ പോയിക്കോ. ഒരു നോമ്പ് പോയാൽ, ഒരു നോമ്പ് പിടിച്ച നോമ്പാരെങ്ങാനും എന്തെങ്കിലും കാരണവശാൽ മുറിഞ്ഞു പോയാൽ നമുക്ക് അതിന് 60 ദിവസം അടുപ്പിച്ച് നോമ്പ് പിടിച്ചാൽ പോലും ആ പാപം തീരുകയില്ല അല്ലെ. ആ പശ്ചാത്താപം ആവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നമ്മളെ ബോഡി നാവിനെ ശ്രദ്ധിക്കും, വയറ്റിനെ ശ്രദ്ധിക്കും, പിന്നെ വായ അല്ലെ, ഭക്ഷണത്തിനെ, ദാഹത്തിനെ, നമ്മളെ ശാരീരിക ഇച്ഛകളെ, നമ്മുടെ നോട്ടത്തിനെ അല്ലെ. നമ്മളെല്ലാം ഫോണെടുത്ത് പലത് സ്ക്രോൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഫുൾ കൺട്രോൾഡ് ആണ്. എന്നിരുന്നാലും നമുക്ക് നോമ്പ് പോകുമ്പോ ഒരു വിഷമം തന്നെയാണ് അല്ലെ. ഈ നോമ്പ് എന്ന് പറയുന്നത് ഓഫറുകളുടെ ഒരു പെരുമഴക്കാലമാണെന്ന് വേണം പറയാനില്ലേ. പെരുമഴക്കാലം എന്ന് പറഞ്ഞാല് എന്താ പറയാ, പിന്നെ അതായത് ഒരു നോമ്പ് നോറ്റാല് സാധാരണ കൊടുക്കാണ് 10 കൂലി 70 കൂലിയാണിത് 700 70,000, പിന്നെ അതിന്റെ മേലോട്ട് തക്കവൊക്കെ അനുസരിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ ഒരു യാസീനോ ഒരു അലിഫ്ലാമി മറ്റേ പള്ളിയിൽ വെച്ചിട്ടോ നിസ്കാരത്തിലൊക്കെ ഓതിക്കഴിഞ്ഞാൽ അതിന് എത്രയാ പ്രതിഫലം. ഒരൊറ്റ ആയത്തിന് തന്നെ 15 ലക്ഷത്തിന്റെ മേലെയൊക്കെ പ്രതിഫലം കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഓഫറിന്റെ പെരുമഴക്കാലം അല്ലെ. നമുക്കറിയാം കണ്ണം കണ്ടിയിലും മറ്റേ ഫ്രിഡ്ജും ടിവിയും വിൽക്കുന്ന ഷോപ്പിലും മറ്റേ ഡ്രസ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പിലൊക്കെ അതെന്ന് വെച്ചാൽ സാധനങ്ങൾ റിഡക്ഷൻ സെയിലിന് വെക്കുമ്പോൾ ഒരുപാട് ആളുകൾ തടിച്ചു കൂടൂലേ. അതുപോലത്തെ നമ്മുടെ ഒരു റിഡക്ഷൻ സെയിലാണ് എന്ത് ഈ റമദാൻ മാസം എന്ന് അറിയില്ലേ. കുറച്ച് അമല് ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും അല്ലെ. പിന്നെ അത് ഡോണ്ട് മിസ് ഔട്ട്. ഇത് ഒരിക്കലും ഈ അനുഗ്രഹങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യരുതില്ലേ, നഷ്ടപ്പെടുത്തരുത് അല്ലെ. അനുഗ്രഹങ്ങൾ വാശിയോടെ പിടിക്കണം അല്ലെ. വാശിയോടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ ആയിരിക്കണം അല്ലെ. നിങ്ങൾ പാപമോചന പ്രാർത്ഥനകൾ മാക്സിമം വർദ്ധിപ്പിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും കുറേ നേരമായില്ല ഞാനിങ്ങനെ ദുആ ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മൾ ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അള്ളാഹുലേക്ക് അടുക്കുന്നത് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പാപമോചനം. ഞാൻ പറഞ്ഞില്ലേ, പാപമോചനം അള്ളാഹു നമ്മൾ എത്ര നിസാരവൽക്കരിക്കുന്ന ഒരു പാപാണെങ്കിൽ അള്ളാഹു അതെന്താക്കും, വലുതാക്കും അല്ലെ. അതേസമയം നമ്മളത് വലിയ കാര്യമാക്കി പഠിച്ചോനെ, ഞാൻ അന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, ഉമ്മനോട് അങ്ങനെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരാളോട് ഞാൻ പൈസ തരാന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് കൊടുക്കാൻ വിട്ടുപോയ ആളിപ്പോ നാട്ടിലില്ല. പഠിച്ചോനെ, അങ്ങനെയൊക്കെ അയാളില്ലെങ്കിൽ നമുക്ക് അള്ളഹാനോട് പറയാലോ അല്ലെ. ആ പൈസന്റെ കാരണം നീ എന്നെ അവിടെ വെച്ച് പിടിച്ചു വെക്കരുതേ റബ്ബേ. അങ്ങനെ ഓരോ നിസാര കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ് ഖേദിച്ച് മടങ്ങുന്നവനെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. അപ്പം തൗബ നമസ്കാരത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കുറെ ആള് വീണ്ടും ആഡ് ആയതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. തൗബ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. തൗബ നമസ്കാരത്തിന്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. തൗബ നമസ്കാരത്തിന്റെ ഒരു ചെറിയ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കേട്ട ശേഷം മാത്രം നമസ്കരിക്കുക. ഒരു 2 റക്അത്ത് നമസ്കാരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെച്ച ശേഷമാണ് തൗബ നമസ്കരിക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു മുഴുകുടിയനാണെങ്കിൽ ദിവസം കള്ളുടിക്കുന്നുണ്ട്, അയാൾ തൗബ നിസ്കരിച്ച് പിന്നെയും കുടിക്കുക, അതല്ല അതിന്റെ ശരി. അത് നിർത്തി വെക്കുക, എന്നിട്ട് പിന്നെ സ്വീകരിക്കുക. അപ്പൊ അള്ളാഹു അതുവരെ അയാൾ കുടിക്കാത്ത പോലെ ആയിരിക്കും അല്ലെ. മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല അള്ളാഹുവിന് കരഞ്ഞ് ദുആ ചെയ്യുന്നവർ അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. അപ്പൊ കരച്ചിൽ വരണമെങ്കിൽ എന്താക്കണം, നമ്മള് ഇപ്പൊ രാവിലെ തബാറക അല്ലാഹു തആല
അപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. ക്ലാസ്സും പിന്നെ അതിന് തൗബ സ്വീകരിക്കാനുള്ള കുറച്ച് ദുആകളൊക്കെ ഉണ്ട് കേട്ടോ ഹദീസിൽ വന്നിട്ടുള്ള. അതൊന്നും എനിക്ക് വേറെ എവിടുന്ന് കിട്ടിയിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് ഒന്നിച്ച് പിൻ ചെയ്ത് വെച്ചതാ കുറച്ച് ദുആകൾ. പല ബുക്കുകളിലൊന്നും അതില്ല. പക്ഷെ പിന്നെ ഹദീസിലുള്ള ദുആകൾ എന്നാണ് തൗബ സ്വീകരിക്കണേ, എൻ്റെ പിന്നെ കർമ്മങ്ങൾ നന്നാക്കണേ, എൻ്റെ അമല് സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല 2-3 ദുആകളും കൂടെ ഉണ്ട്. അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 ക്ലാസ്സും ഒരു തൗബ നമസ്കാരവും ഒരു തൗബന്റെ കണ്ടീഷൻസും പിന്നെ ഈ ടെക്സ്റ്റ് മെസ്സേജിന്റെ ദുആന്റെ ടെക്സ്റ്റ് മെസ്സേജും കൂടെ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ അത് ഈ റമദാനിൽ എന്തായാലും 27 തന്നെ ചെയ്യേണ്ടതായിരുന്നു. നമ്മള് ഗ്രൂപ്പിൽ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് മറന്നപ്പോ ഇന്നലെ 28 ഇന്നലെ ഞാൻ എല്ലാരെ കൊണ്ടും പറഞ്ഞ് ചെയ്യിച്ച് ഞാനും നമസ്കരിച്ചു അങ്ങനെ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എണ്ണിപ്പെറുക്കി കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മളിങ്ങനെ വിരല് ചൂണ്ടുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു വിരല് ചൂണ്ടും. പക്ഷെ നമ്മളെടുത്ത് 4 കുറ്റങ്ങളുള്ള നമ്മൾ കാണുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ മൊത്തക്കങ്ങളായിട്ട് അൽബക്കറയോ അലംറാനൊക്കെ ക്ലാസ് തഫ്സീർ കേട്ട ശേഷം ഞാൻ വിചാരിക്കുന്ന എന്നെ വെച്ചാൽ ആക്ച്വലി എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ കുറ്റങ്ങളാണ് ഞാൻ തരുന്നത്. ഞാൻ അത് പറഞ്ഞത് ശരിയായോ, ഞാനിത് ചിരിച്ചത് ശരിയായോ, ഞാൻ അങ്ങോട്ട് പോയത് ശരിയായോ, ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഹസ്ബൻഡൊക്കെ കയറി വരുമ്പോ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലോ, ഹസ്ബൻഡ് കയറി വീട്ടിലേക്ക് കയറി വരുമ്പോ അൽഹംദുലില്ലാഹ് കുറച്ചോനെ ഒരു കാല് പോലും വെച്ച് കുത്താട് അദ്ദേഹത്തിന് ഇനി വീട്ടിലെത്തിച്ചില്ല റബ്ബ് എന്തെങ്കിലും പറ്റിയെന്തായിരിക്കില്ല അവസ്ഥ. നമ്മള് എല്ലാം മുടങ്ങും അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും, നമുക്ക് ചെലവില്ല, ഷോപ്പ് നോക്കാൻ ആളുണ്ടാവില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടാവില്ല, കുട്ടികൾക്ക് SLC+2 എക്സാം ആണ്, നോമ്പാണ് അല്ലെ. അൽഹംദുലില്ലാഹ് എത്തിച്ചല്ലോ. പിന്നെ സലാം ചെല്ലുക, അത് ഒരു അഭിവാദ്യം, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹ്ക്ക് ഏറ്റവും സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് അസ്സലാമു അലൈക്കും അല്ലെ. ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പോലെ ഒന്നുമല്ല അല്ലെ. ഏത് സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിവാദ്യമാണ്, ഒരു വിഷാണ് അത്. അപ്പം അത് പറയാ. പിന്നെ എന്തെങ്കിലും കൊണ്ട് തന്നാൽ ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ കാറിലൊക്കെ എവിടെയെങ്കിലും പോയി ഇറങ്ങിയാൽ ഡ്രോപ്പ് ചെയ്ത് തരും, അവിടെ ഇറക്കി തരാം അവിടെ ഇറക്കി തരാന്ന് പറഞ്ഞ് ഇറക്കി തരുമ്പോ ഞാൻ സലാം ചെല്ലിയ ശേഷം ഇത് ജസാക്കുമുല്ലാഹ് ഖൈറ പറയും. പക്ഷെ നമുക്ക് തന്നെ പോകാവുന്ന ദൂരമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചാൽ പോകാം. പക്ഷെ എന്നിരുന്നാലും അപ്പൊ ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കാറും ലിഫ്റ്റും ഒക്കെ ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ എല്ലാ നിസാര കാര്യങ്ങൾക്ക് പോലും അൽഹംദുലില്ലാഹ് ഇപ്പൊ ഉള്ളെടുത്ത് ബാത്റൂമൊക്കെ കയറി വരും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നിപ്പോവും അല്ലെ. കാരണം ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് തംല ഉൽ മീസാൻ എന്നാ പറയുന്ന, ആകാശത്തിന്റെ ഈ അള്ളാഹുവിന്റെ മീസാൻ നിറക്കും. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തംലാനി സമാവാതി വല്ലർദി, ആകാശവും ഭൂമികളും നിറയ്ക്കൂ എന്നാ പറയുന്നില്ലേ. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹിന്റെ ക്ലാസ് എടുത്തിരുന്നു, പക്ഷെ അത് ഫഹ്മുൽ ഖുർആൻ ആയതുകൊണ്ട് നിങ്ങൾ ആരും കേട്ട് കാണില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ പ്രകടിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. എപ്പോൾ ഇപ്പൊ ഒരു നിസ്കാരം, ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇത് ഈ സമയം നിസ്കരിക്കാൻ എനിക്ക് പറ്റിയല്ല റബ്ബേ. പലരും നിസ്കരിക്കാൻ പറ്റാണ്ട് നിസ്കരിക്കാനുള്ള എല്ലാ വിവരവും വിജ്ഞാനമൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് നിസ്കാരത്തെ അവഗണിക്കുന്നുണ്ടാവും. ചിലർ തീരെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ചിലർ സമയത്തിന് നിസ്കരിക്കുന്നുണ്ടാവില്ല, ചിലർ ആ നിസ്കാരവും അതിന്റെ എല്ലാ വിഷയവും വെച്ചിട്ട് ഏതെങ്കിലും നിരീശ്വരവാദിന്റെ ക്ലാസ്സും കേട്ട് കുത്തിരിക്കുക. നബി കുറെ പെണ്ണെട്ടിയില്ലേ, അള്ളാഹ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അള്ളാഹ്ക്ക് എന്താ എല്ലാരും അങ്ങോട്ട് അള്ളാഹിനെ എങ്ങനെ പുകഴ്ത്തി പറയണമെന്ന്, അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പല കുറ്റങ്ങളും കണ്ടുപിടിച്ച് അതിന്റെ പുറകെ പോണവരുണ്ടാവും അല്ലെ. അതല്ലെങ്കിൽ അടുക്കളയെ സമയം ഇങ്ങനെ കണ്ടെത്തുന്നവരുണ്ടാവില്ലേ, ഫുൾ ടൈം കിച്ചണിൽ. അതേസമയം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു, വളരെ സന്തോഷത്തോടു കൂടി തന്നെ. ഇപ്പൊ അങ്ങനെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് അവിടുന്നവരൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പറയാറുണ്ടോ? നമ്മൾ പറയണം അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് അള്ളാഹു ഇവരെ ഇവിടെ എത്തിച്ചു തന്നല്ലോ അല്ലെ. ഇപ്പൊ ഇന്ന് ഇപ്പൊ കൊയിലാണ്ടി വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ട് 3 പെൺകുട്ടികളാണ് ഒരൊറ്റ ബൈക്കിൽ പോയത്. അത് രാത്രി 1:30 മണിക്ക് സമയത്ത്. ഇപ്പോഴത്തെ സമയമൊന്നും ഇല്ലാലോ അല്ലെ. ഇപ്പൊ പകല് രാത്രി അവിടെ പിന്നെ മക്കയും മദീനയും പോലെ ആയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളെ നാടില്ലേ. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഓവില് വീണിട്ട് ഒറ്റേ ടൈമിൽ 3 എണ്ണം മരിച്ചിട്ടുണ്ട്. അത് മെഡിസിനുള്ള പഠിക്കുന്ന കുട്ടികളാ. അവരെ മെഡിസിനിലൊക്കെ ആക്കാൻ വേണ്ടി ആ കുട്ടികൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പേരൻസ് ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും വീട്ടിലൊരു അവസ്ഥ ആലോചിച്ച് നോക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ നമുക്ക് ഒരു ഇതും തോന്നില്ല. അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ അത് അള്ളാഹ് എത്തിച്ചേരുമല്ലോ, അങ്ങനെയല്ല. പക്ഷെ അള്ളാഹു എത്തിച്ചു തന്നാൽ തന്നെ ഇവിടെ എത്തുള്ളൂ. അപ്പൊ എത്തിച്ചു തന്ന അള്ളാഹ്ക്കൊരു സ്തുതി അല്ലെ. സ്തുതി പറയാൻ മനസ്സിൽ തോന്നിച്ച അള്ളാഹുവിന് വേറെ ഒരു സ്തുതി. അങ്ങനെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ റമദാനായിട്ട് ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്, കുറെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, കുറെ സംസ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ നോമ്പിന്റെ മുമ്പ് ആൺകുട്ടികളെല്ലാം തോന്നുന്നു പെൺകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ വല്ലാണ്ട് കാണലും കേൾക്കലും ഒന്നും ഇല്ല.
അള്ളാഹു അലം. പെൺകുട്ടികളാ എന്നാ മനസ്സിലാക്കി, മുടക്കല്ലൊരു കോളേജിലാണ്. എന്തായാലും ഒരു മുസ്ലിം കുട്ടീന്റെ വീട്ടിൽ നോമ്പറക്കാൻ പോയിന്നാ പറഞ്ഞു. അള്ളാഹു അലം. നമ്മൾ പിന്നെ അതിന്റെ വിശദാംശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ മറ്റേ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ്, അത് അവർ ചെയ്യട്ടെ. പിന്നെ നമ്മളിപ്പോ എന്തേ പറഞ്ഞാലും അത് കുറ്റമായി മാറും അല്ലെ. ചിലപ്പോ സത്യം മരിച്ചവരെ പേരിൽ കുറ്റം പറയാനും പാടില്ല, നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവിച്ചേ. അപ്പൊ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ കുട്ടികളെ കാര്യം. നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ എവിടുന്നല്ല, മലേഷ്യ ഒന്നും വരുന്നു, ലണ്ടനിന്നും വരുന്നു, അമേരിക്ക ഒന്നും വരുന്നു, സിംഗപ്പൂരിൽ നിന്നും വരുന്നു. വന്നാ അൽഹംദുലില്ലാ വന്നല്ലേ, വന്നാ സലാം ചൊല്ലി അൽഹംദുലില്ലാ ഇല്ല സലാം ചൊല്ലില്ലേ. നമുക്ക് അൽഹംദുലില്ലയും കൂടെ പറയണം. കാരണം അവരെത്തിയിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും വഴിയിൽ നിന്ന് മിസ്സായി, എയർപോർട്ടിൽ നിന്ന് മിസ്സായി, പിന്നെ അതിന് നൂലാമാല ആർക്ക് കഴിയൂലേ വിദേശങ്ങളിലൊക്കെ പോയി അതൊക്കെ നടത്താൻ. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ബോധേടായിരിക്കണം. അപ്പൊ വിഷയത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ റമദാനായിട്ട് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇല്ലേ. നമ്മൾ നിസ്കരിക്കലോ നോമ്പടിക്കലോ. അല്ലെ, ഞാൻ റമദാൻ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു പോസ്റ്റ് ഇട്ട്, സഹോദരിമാരെ ദയവ് ചെയ്തിട്ട് ആരും തന്നെ ഫോണ് വിളിക്കരുതിട്ട്. എന്തെങ്കിലും എമർജൻസി കേസിൽ നിങ്ങൾ പിന്നെ മെസ്സേജ് മാത്രമേ അയക്കാവൂ എന്ന് പറഞ്ഞ്, അത് പറഞ്ഞതിന്റെ ഫലമാണോ എന്ന് അറിയില്ല. ആരും ഇപ്രാവശ്യം അങ്ങനെ വർത്താനം പറയേ. ആൺകുട്ടികളാ? ഓക്കെ, ആൺകുട്ടികളാ മരിച്ച് കൊയിലാണ്ടി? അത് ശരി, ആൺകുട്ടികളാ അല്ലെ. ഞാൻ മനസ്സിലാക്കി പെൺകുട്ടികളാ, സോറി. അപ്പൊ എന്തേ പറഞ്ഞോണ്ടെന്ന്. അപ്പം പിന്നെ നമ്മള് റമദാനിലെ ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചസ് നമ്മളെ ബോഡിയിലും ശരീരത്തിലും മനസ്സിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മെസ്സേജ് ഇടരുതേന്ന് പറഞ്ഞപ്പോ, അല്ല സോറി, ഫോണ് വിളിക്കരുതേന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഫോൺ കോളുകൾ ഒഴിവായി കിട്ടി. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ആ സഹോദരിമാര് മാറുന്നുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാ. ചിലർക്ക് ഒരു നിസ്സാര കാര്യമായിരിക്കും, അവര് സംസാരിച്ച് അത് പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അത് കേട്ട് നിന്നിട്ട് നമുക്ക് എന്താ വെച്ചാല് നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലെ. പല തിക്കും തിരക്കും ആണല്ലോ. അപ്പൊ എല്ലാവർക്കും സമയത്തിന്റെ പ്രശ്നമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ മാക്സിമം പിന്നെ കോള ഒഴിവാക്കുന്നത് തന്നെ അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. ആ മാറിയ മാറ്റം നമ്മൾ ഏത് രീതിയിലും കൂടി ആവണം. നമ്മള് പിന്നെ റമദാൻ കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അല്ലെ. ഫർള് നോമ്പ് ഇതോടെ നോമ്പ് തീരുന്നുണ്ടോ? ഇല്ല, നോമ്പ് ഒരിക്കലും തീരുന്നില്ല. നോമ്പ് ഓരോ മാസത്തിലും 8 തിങ്കൾ വ്യാഴം നോമ്പുണ്ട്, 3 അയ്യാമൽ ബീന്തുണ്ട്. ആൺകുട്ടികളാളെ അൽഹംദുലില്ലാ. പിന്നെ അതായത് മോർച്ചറിയിലാണെന്ന് തോന്നുന്നു ഡെഡ് ബോഡി ഉള്ളത്. അപ്പോ പിന്നെ സുന്നത്ത് നോമ്പുകൾ ധാരാളം ഉണ്ട് അല്ലേ. ഇനി സുന്നത്ത് നോമ്പുകൾ പിടിക്കാതിരിക്കാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് അല്ലേ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാണ്ട് അടുത്തൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെയും ബിരിയാണി തിന്നിട്ടുണ്ടാവും, മറ്റന്നാളും ബിരിയാണി തിന്നാനുണ്ടാവും. അപ്പൊ നാളത്തെ ഒരു കല്യാണം സാരമില്ല, കല്യാണം നോമ്പ് പിടിച്ച് പോയിക്കോളി. എന്നിട്ട് പോയിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഫുഡ് നമ്മളിപ്പം ഒരു നോമ്പ് ഇല്ലാത്ത ഒരാള് ഭക്ഷണം കഴിക്കുന്ന പോലെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ മലക്കുകളെ മുഴുവൻ ദുആ കിട്ടും അല്ലെ. ദുആ കിട്ടും, സുന്നത്ത് നോമ്പും കിട്ടും അല്ലെ. അന്നത്തെ ദിവസം കൊളസ്ട്രോളും ഷുഗറും ഐസ്ക്രീമും ഒക്കെ വാരി വലിച്ച് കയറ്റിയിട്ടുള്ള BP ഷുഗറൊക്കെ അത് നോർമലായിട്ടും കിട്ടും. ഒരുപാട് ആളുകളെ കണ്ട് സലാത്ത് ചെല്ലാനും ഒരുപാട് കല്യാണത്തിന് ദുആ ചെയ്യാനും ഒക്കെ അതും പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഇടക്കിടക്കല്ല ആ ആഴ്ചയൊന്നും മെനക്കെട്ട് കല്യാണത്തിന് പോകാൻ നിൽക്കണ്ട. ഒന്ന് ഇടക്കൊക്കെ ഒരു തിങ്കളും വ്യാഴൊക്കെ നോമ്പിടിച്ച്, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ കണക്കില്ലാണ്ട് വർദ്ധിപ്പിക്കല്ലേ. ഓരോ സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ? സുബഹിന്റെ സുന്നത്തിന്റെ പ്രതിഫലം, ളുഹറിന്റെ 4 റക്അത്ത് അപ്പുറം എന്തിന് 4 നിസ്കരിക്കുന്നു, അസറിന് മുമ്പ് 4 നിസ്കരിക്കണോ വേണ്ട, നിസ്കരിച്ചാൽ എന്ത് കൂലി, മഗ്‌രിബിന്റെ മുമ്പുള്ള സുന്നത്തിന്റെ മഹത്വം എന്ത്, അങ്ങനെ ഓരോ റക്അത്തിന്റെ അല്ല ഓരോ വഖ്ത് നമസ്കാരത്തിന്റെയും എന്റെ റവാത്തിബ് സുന്നത്തുകളെ അധികരിച്ച സുന്നത്തുകളെ കുറിച്ചിട്ടൊക്കെ ഇഷ്ടംമാതിരി നല്ല ക്ലാസ്സുകൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ എടുത്ത ക്ലാസ്സുകളുണ്ട്. അതൊക്കെ ഒന്ന് പോയി കേൾക്കുക. അല്ല, സുന്നത്ത് നമസ്കാരം ജീവിതത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി ഈ നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ലൈഫ് ടോട്ടൽ ചേഞ്ച് വരുത്തണം അല്ലെ. ടോട്ടലി നമ്മൾ തന്നെ ഒന്ന് മാറണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത 6 മാസം വരെ സ്വഹാബാക്കൾ ദുആ ചെയ്തിരുന്ന നിങ്ങൾക്ക് അറിയാം അല്ലെ. പടച്ചവനെ റബ്ബേ, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ ദുആ. അത് കഴിഞ്ഞിട്ട് എന്താ ദുആ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കാരണം അടുത്ത റമദാനിലേക്ക് നമ്മൾ ആയുരാരോഗ്യത്തോടെ നീ ബാക്കി വെക്കണേന്ന്. അത് പറയാൻ കാരണം, നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ മരിക്കുന്നത് ഒരു 2-3 കൊല്ലം ഒരു മീഡിയം ആരോഗ്യത്തോടെ, നല്ല ആരോഗ്യത്തോടാണെങ്കിൽ ഏറ്റവും ബെറ്റർ ബെസ്റ്റ്, പക്ഷെ ഒന്ന് ചെറിയ ആരോഗ്യത്തോടെ ബാക്കിയാ
ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ശുഹദാക്കളുടെ മേലെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുത്തൻ ശുഹദായിട്ട് മരിച്ച്, ഒരുത്തൻ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും മരിച്ച്. പക്ഷെ അള്ളാന്റെ അടുത്ത് എത്തിയപ്പോ മറ്റു കൊല്ലം കഴിഞ്ഞ് മരിച്ചോനുണ്ടാവില്ല ആദ്യം മുമ്പില്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആ വിഷയമായിട്ട് വന്നല്ലോ, അതെന്തുകൊണ്ടാ അങ്ങനെ? ശുഹദാക്കളെക്കാളും മുമ്പിൽ ഒരു കൊല്ലം. അന്നേരം പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു കൊല്ലത്തെ അമല് എന്ന് പറയുന്ന അവൻ എത്ര ചെയ്തിട്ടുണ്ടാവും? അപ്പൊ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, നമുക്കൊക്കെ എത്ര കൊല്ലങ്ങളാണ് ബോണസായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? നമ്മളൊക്കെ ഉണ്ടോ ഇതിന്റെ വാല്യൂ അറിയുന്നത്, ശ്രദ്ധിക്കുന്നു? അപ്പൊ നമ്മളിപ്പോ നമ്മളെ താത്ത പിന്നെ 70 മരിച്ച നമുക്കൊരു 75 വരെ കിട്ടുകയാണെങ്കിൽ ആ 75 പഠിച്ചോനെ അതിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യല്ലേ. മക്കളെ പട്ടിണി വിടുക, എല്ലാ കാര്യത്തിലും മക്കളെ കൂടെ നടന്ന് അവരെ കൊണ്ട് ചെയ്യിച്ച് അവര് ഈ മനുഷ്യന്മാരെ പോലെ മക്കളെ വഷളാക്കുന്ന ഒരു ജീവിനെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അല്ലെ. ഏതാണ് പിന്നെ പോത്തോ ഏതൊരു മൃഗം പ്രസവിച്ചു കഴിഞ്ഞ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിടുവല്ല പൈതലിനെ തട്ടിയിട്ട് കുറെ താലോണ്ട് അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ തന്നാലെ എണീറ്റ് അങ്ങ് നടന്നുവിടുവരെ. നമ്മളതാണ്, നമ്മളെങ്ങനെയുള്ള അതിശയത്തിലാണ് നടത്താൻ പഠിപ്പിക്കലൊക്കെ അല്ലേ. അപ്പൊ മനുഷ്യന്മാരാണ് ഇങ്ങനെ മക്കളെ വഷളാക്കി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്ന് വെച്ചിട്ട് ഭർത്താവിനെ സ്നേഹിക്കേണ്ടെന്നോ മക്കളെ നോക്കണ്ടെന്നോ മക്കളോട് സ്നേഹത്തിൽ പെരുമാറണ്ട അങ്ങനെ ഒന്നല്ല. അതൊക്കെ വേണം, അതിനും നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബ ബന്ധങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു അമ്മായിനെ നാത്തരോത്സ്യങ്ങൾ വരും, നമുക്ക് ഉണ്ടാക്കും കൂടി ഞാളെ ഒന്ന് കാണാൻ പോവാ. പോകുമ്പോ അമ്മായിക്ക് പരിപ്പുവട വലിയ ഇഷ്ടം, എന്നാ കുറച്ച് പരിപ്പുവടയും വാങ്ങാം അല്ലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടം, അപ്പൊ നമ്മൾ അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ലക്ഷം ബിരിയാണി എടുത്ത് കൈ പിടിക്കുക. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പോണ പോക്ക് നമ്മൾ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ കൂടാണ്. ഞാൻ അങ്ങനെ രോഗിനെ കാണാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാൻ അങ്ങനെ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ കൂടാണ് പോണത് എന്ന് വിചാരിച്ച് അങ്ങനെ മണത്ത് വെക്കൂ. സ്വർഗത്തിലെ പൂങ്കാവനം മണക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുമ്പോ സ്വർഗത്തിന്റെ തോട്ടത്തിലാണ് ഇരിക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ തിരിച്ചു വരുന്നത് വരെ 70,000 മലക്കുകൾ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം, നല്ല സ്നേഹത്തിൽ നിൽക്കണം. ഈവൻ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കണം. നമ്മളെ കയ്യിലില്ലെങ്കിൽ എൻ്റെ ഏടത്തിന്റെ അടുത്തോ ആങ്ങളുടെ അടുത്തോ തോന്നുന്നുണ്ട് അവരോട് വാങ്ങി കൊണ്ടുപോയി കൊടുക്കണം. ഇനി അഥവാ ക്യാഷ് കയ്യിൽ വാങ്ങാൻ മടിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, തലയണിന്റെ അടിയിൽ വെച്ചിട്ട് പോരണം. ഞാൻ അങ്ങനെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വാങ്ങാൻ ഭയങ്കര അഭിമാനം സമ്മതിക്കൂല അല്ലെ. അങ്ങനത്തെ പോലെ ഏതെങ്കിലും ഷെൽഫിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ തലേന്റെ ഉള്ളിലോ വെച്ചിട്ട് വന്നിട്ട് ഞാൻ ഫോൺ ചെയ്യും, ഇങ്ങനെ അവിടെ എന്തോ പൈസ ഉണ്ടോ നോക്കിയെന്നറിയും. അങ്ങനെ അത്രയൊക്കെ നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യല്ലേ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒത്തിരി നല്ല കാര്യങ്ങൾ ആൾക്കാർ നമ്മെ കൊണ്ട് പറയട്ടെ അല്ലേ. അപ്പൊ ഈ റമദാൻ കഴിഞ്ഞതോടുകൂടി റമദാനെ കഴിയുന്നുള്ളൂ, റമദാനിന്റെ സൽക്കർമ്മങ്ങൾ നമുക്ക് തീരുന്നില്ല അല്ലെ. അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മുടെ പോലത്തെ അടിച്ചുപൊളി കുട്ടികളെ പോലെ റമദാൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ടൂർ പോകണ്ടെന്നല്ല, ടൂർ പോകുന്നതിന് വിരോധമൊന്നുമില്ല. ടൂറൊക്കെ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ബൗണ്ടറീസ് പാലിച്ച് ഹുദൂദ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് അതൊക്കെ. ആ അതിർവരമ്പ് നമ്മൾ വഴിയിലെത്തുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, നമസ്കരിക്കുന്നു, നമ്മൾ സ്ഥലങ്ങൾ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, നോ പ്രോബ്ലം, അതൊക്കെ ഓക്കെ. പക്ഷെ അതിന്റെ ബൗണ്ടറീസ് ലംഘിക്കുമ്പോഴാണും പെണ്ണും കൂട്ടായിട്ടുള്ള നടത്തവും പിന്നെ അതിൽ ചില ഒറ്റക്കുള്ള രാത്രി അസമയത്തുള്ള പോക്ക് വരവ് അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതൊരു ശിക്ഷാർഹമായ രീതിയിലേക്ക് പോവുക. അങ്ങനെ അല്ലാത്ത രീതിയിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളൊക്കെ പോകണ്ടല്ലോ ടൂറിന് കുറ്റം പറയില്ല, ടൂറൊക്കെ അലൗഡാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ബൗണ്ടറീസ് ഉണ്ട് അല്ലെ. തിൽക ഹുദൂദ് അല്ലാഹ് ഇടക്കിടക്ക് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ആ അതിർവരമ്പുകളെ സൂക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മാത്രവുമല്ല ഒരു ഹദീസിൽ കാണാം, മൻ ഹുരിമ ഹൈറഹ വഖദ് ഹുരിമ ഹൈറുലെ. അതായത് ആർക്കെങ്കിലും പിന്നെ ഈ റമദാനിന്റെ ഹൈറ് നഷ്ടപ്പെട്ടാൽ അവൻക്ക് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് പറയുന്നത് അല്ലെ. അതായത് ഈ അത്രയും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു റമദാനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ സമയവും വൈകിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ലാ ഞാൻ തൗബ ചെയ്തില്ലാലോ, ഞാൻ ശരിക്കും നിസ്കരിച്ചിട്ടില്ലാലോ, എനിക്ക് എത്തിക്കാഫിനൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ പറ്റാത്തവരും നന്നായിട്ട് ശ്രമിക്കുക, ദുആ ചെയ്യുക, പഠിച്ചവൻ അടുത്ത കൊല്ലം റമദാനിൽ എനിക്ക് ഇനി സൗകര്യം ചെയ്തു തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ കാര്യം ഈ കേൾക്കുന്ന സഹോദരിമാരിൽ പലരും ഹജ്ജിന് ആഗ്രഹിക്കുന്നവരോ ഉംറക്ക് പോകണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പൈസ വേണ്ട, പൈസ ഉണ്ടാകണമെന്നില്ല പോകാൻ. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുപാട്
സഹോദരിമാർ ഈ എന്റെ ഡയലോഗ് കേട്ട് അവരിങ്ങനെ ചോദിച്ചപ്പോ അത് അള്ളാഹു ഏതെല്ലോ വിധത്തിൽ എന്തിന് ഈവൻ പർച്ചേസിന് വരെ അവർക്ക് പൈസ അള്ളാഹു എത്തിച്ചു കൊടുത്തു കേട്ടോ. അതുകൊണ്ട് അത് വിചാരിച്ച് ആരും ഹജ്ജും ഉംറയും നീട്ടി ചോദിക്കാം, പോകണം പക്ഷെ പൈസ അങ്ങനെ പറഞ്ഞ് നിർത്തും അല്ലേ. പോകാൻ പൂതി ഉണ്ട് അങ്ങനെയല്ല, എനിക്ക് പോകണം, എല്ലാരല്ല പോകുന്ന റബ്ബെ എന്നെയും കൊണ്ടുപോ, എനിക്കും വേണം ഹജ്ജിനും ഉംറ, പൈസ ഒക്കെ നീ എടുത്ത്, ഇന്നല്ലാഹ അനിയുൻ ഹമീദാണ്, നീ സ്തുത്യർഹനുമാണ്, കോടീശ്വരനാണ്, അങ്ങനത്തെ നിന്നോട് ഞാനൊരു ഹജ്ജിനൊക്കെ പൈസ ഉണ്ടോ ചോദിക്കും, നിനക്ക് നാണക്കാടല്ലേ റബ്ബെ, അതുകൊണ്ട് നീ ഞാൻ പോകട്ടെ എന്നുള്ള അർത്ഥ ആ ലാംഗ്വേജിൽ തന്നെ ചോദിക്കുക അല്ലെ. പിന്നെ അത് മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, നബിയെ ഞാൻ ഈ 10 ദിവസത്തിൽ എന്താണ് ദുആ ചെയ്യേണ്ടത്. ആ ദുആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ അഫ്വ അഫ്വ അന്നി ല്ലേ, അള്ളാഹു പിന്നെ എന്താണ് വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, എനിക്ക് അള്ളാഹുവിന് വിട്ടുവീഴ്ച തരണം എന്നുള്ള ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം ദുആ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് നമ്മളെ വെറുതെ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ. പിന്നെ നമ്മൾ ഇതിലൊരു 2 ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് ദുആന്റെ ഗ്രൂപ്പും ഒന്ന് മറ്റേ ദിക്കറിന്റെ ഗ്രൂപ്പും. അതിന് നല്ല ഒരുപാട് പ്രതിഫലങ്ങളുള്ള ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക, അങ്ങനെ ഒരുപാട് നല്ല നല്ല ദിക്റുകളുടെ ഒരു 100 സെറ്റാണ്. പക്ഷെ 100 കറക്റ്റ് ഓതണം എന്നല്ല പറയുന്നത്, നമുക്ക് ഒരു സമയം ക്ലിപ്തപ്പെടുത്തി ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തതാ. അത് നമ്മുടെ റിയ ടീച്ചറുടെ മെലോഡിയസ് വോയിസിൽ നല്ല പിന്നെ ദിക്റ. ആ ദിക്ർ കേട്ട് നമ്മളിപ്പോ ഒരു ഉദാഹരണമായിട്ട് 4:15 നമ്മള് പിന്നെ കിച്ചണിലൊക്കെ ഇറങ്ങി അസർസ്കാരം കഴിഞ്ഞ് നമ്മൾ കുറച്ച് അത് കേട്ട് പിന്നെ ആ ദിക്ർ 10 മിനിറ്റ് കഴിയുമ്പോൾ ദിക്റിന്റെ സമയമാകുമ്പോൾ ദിക്ർ നിൽക്കുകയല്ല, പക്ഷെ നമ്മൾ പിന്നെയും ഓർമ്മയിലാണ്ട് ചെല്ലിപ്പോവും. അതേസമയം ഉള്ളി മുറിക്കുമ്പോഴും ഉലുവ വെളിച്ചെണ്ണയിൽ ഇടുമ്പോഴും ഉള്ളി ഇടുമ്പോഴും ഒക്കെ ഉള്ളി കരിഞ്ഞു പോകുന്ന കോൺസെൻട്രേഷൻ ടൈമിൽ വരെ നമ്മൾ നിർത്തുന്നില്ല അല്ലെ. അതായത് വെളിച്ചെണ്ണയിൽ ഉള്ളി ഇടുമ്പോൾ അതൊരു സെക്കൻഡ്സ് ആണ്, ആ സെക്കൻഡിനുള്ളിൽ ഉള്ളി കരിഞ്ഞു പോയ ചാറിന്റെ ടേസ്റ്റ് ആകെ മാറും. അതായത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ ഈ ദിക്ർ ഗ്രൂപ്പിലാവുമ്പോൾ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടും. അത് മാത്രമല്ല, ഇനിയിപ്പോ ബാങ്ക് കൊടുക്കാൻ സമയത്ത് എനി ടൈറ്റ് ഡ്യൂട്ടീസ് എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ആയിട്ട് അത് അപ്പളത്തിന് ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിയില്ലേ വെള്ളം കറ്റി അങ്ങനത്തെ ഒരു ഡ്യൂട്ടി വെക്കുമ്പോഴും നമുക്ക് ഈ ടീച്ചറെ ദുആന്റെ പിന്നെ ക്ലാസ്സസ് ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ അതിന് റബ്ബന അതിനാ വിദ്ദുനിയ ഹസനത്തോ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും മനസ്സറിയാത്ത പ്രവർത്തനമില്ല, മനസ്സറിഞ്ഞുകൊണ്ട് കൊണ്ടാണല്ലോ ഞാൻ ദിക്ർ ചെല്ലണം, എനിക്ക് ദുആ ചെയ്യണം എന്നുള്ള മനസ്സ് നമുക്ക് വരുന്നത്. അപ്പൊ ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള വിളി അള്ളാഹു കേൾക്കുന്നുണ്ടല്ലോ. അവൾ ഇത്രയൊക്കെ തിരക്കിട്ട പണിയിലായിട്ട് പോലും ഇന്നത്തെ നിസ്കാരത്തിൽ അവൾക്ക് ദുആ ചെയ്യാൻ സമയമില്ലായിട്ട് പോലും അവൾ അടുക്കളയിൽ റെക്കോർഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് അള്ളാഹുവിനും നമ്മളെ നേരെ നമ്മളൊന്നും വേണ്ടാണ്ടെന്ന് ഏതെങ്കിലും സിനിമ സ്റ്റോറി ആലോചിച്ചാലോ നമുക്ക് കൂലിട്ടോ ഇല്ലേ. അപ്പൊ അതുപോലെ അങ്ങനെ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ബാങ്കിന്റെ മുമ്പേ, അതായത് നോമ്പ് തുറക്കുമ്പോ അത്താഴ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ഒരു 50 ആയത്ത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനൊരു യാസീൻ സ്ഥിരമായിട്ട് പല ഗ്രൂപ്പ്സിലും ഇടുന്നുണ്ട്. ഒരു കുട്ടി യാസീൻ ഓതുന്ന ഒരു പിന്നെ വീഡിയോ ആണത്. ആ യാസീൻ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇത് ലിങ്ക് അയച്ചു തരാം കേട്ടോ. ആ യാസീൻ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നോക്കി ഓതേണ്ട കാര്യമില്ല അല്ലെ, നമ്മൾ കുട്ടിക്കാലത്തെ കാണാണ്ട് പഠിച്ചത്. അതുകൊണ്ട് ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, മരുന്ന് കുടിക്കുന്നു, പാത്രം കഴുകുന്നു, അതിന്റെ പേര് യാസീൻ ഓതും അല്ലെ. അപ്പൊ 50 ആയത്തല്ല, അത് 80 ഉണ്ട്, ആയത്ത് കൂടിപ്പോയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മള് എന്താ ബോധപൂർവ്വം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടില്ല. അല്ലെങ്കിൽ വെറുതെ കിട്ടിക്കോട്ടെ. ഹസിബത്തും തദ്ഖുലുൽ ജന്ന എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അല്ലെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച വെറുതെ ഇരുന്ന് സ്വർഗം കിട്ടുമെന്ന്? വെറുതെ ഇരുന്നാൽ സ്വർഗമൊന്നും കിട്ടൂല. വെറുതെ ഇരുന്ന് നമ്മളെ സമയം നഷ്ടപ്പെടുത്തി അത്ര തന്നെ അല്ലെ. അപ്പൊ മാക്സിമം നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ആ ദുആന്റെ ആ ദിക്റിന്റെ ഒരു ഓടി അങ്ങോട്ട് വെച്ച് ചിലപ്പോൾ ചാർജറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എണീറ്റ് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പൊ എണീറ്റ് ചാർജർ കുത്തുകയും ചെയ്ത് ഇത് ഓണാക്കി വെച്ചാൽ അതങ്ങനെ പറഞ്ഞോളും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മാക്സിമം റമദാൻ എന്ന് പറയുന്ന ഖുർആനിന്റെ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അല്ലെ, അതായത് റമദാൻ പ്രാധാന്യം അർഹിച്ചത് ഖുർആൻ ഇറങ്ങിയതുകൊണ്ടല്ല, അല്ലാണ്ട് റമദാനിന്റെ പ്രാധാന്യം കൊണ്ട് ഖുർആൻ ഇറങ്ങിയതല്ല, ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമദാൻ അറിയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് റമദാനിൽ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് കണ്ടിന്യൂസ്ലി വീണ്ടും ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ബിക്കോസ് നോമ്പ് അല്ലെ,
പിന്നെ അതായത് നോമ്പ് കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അമലൊക്കെ നിർത്തി അത് ഷവ്വാൽ 1 മുതൽ അടിച്ചു പൊളിക്കാമെന്നുള്ള ഒരു വിചാരവും വേണ്ട. അടിച്ചു പൊളിക്കല് പോകല് വിരുന്ന് പോലൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ കർമ്മങ്ങളിലൊന്നും ഒരു കുറവും വരുത്തരുത്. ഞാൻ ഇനി ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മുന്നോട്ട് പോകണേ റബ്ബേ എന്നുള്ളൊരു ദുആ എല്ലാരിലും വേണം ഇൻഷാ അല്ലാഹ്. പിന്നെ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്.